ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ ഇത് ഇന്നൊരു കുട്ടി വ്ളോഗായിട്ടാണ് കേട്ടോ വന്നത്. പിന്നെ സാറ്റർഡേ ആണ്. പൊതുവെ എല്ലാവരും സൺഡേ ആണ് വ്ളോഗ് ഇടാറ്. ഞാൻ വിചാരിച്ചൊരു ചേഞ്ച് ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് സാറ്റർഡേ വ്ളോഗ് എടുത്തത്. ഇപ്പോൾ സമയം ഒരു 7 മണിയൊക്കെ ആയിട്ടോ. ഞാൻ എണീറ്റ് വന്നപ്പോഴേക്കും കുഞ്ഞാപ്പി എൻ്റെ വേക്കിൽ എണീറ്റ് വന്നു. പിന്നെ തിരിച്ചു പോയി അവളെ വീണ്ടും ഉറക്കി. അപ്പോൾ അതാ വീണ്ടും എണീറ്റ് വന്നാണ്. ജസ്റ്റ് ഒന്ന് ബ്രഷ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഒന്നും ചെയ്തില്ല. ഞങ്ങൾക്ക് നോൽമ്പ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് രാവിലെ തന്നെ എണീറ്റ് കുളിക്കണം. അതിന് വലിയൊരു ടാസ്ക്കാണ്. അപ്പോൾ ഇത് കുളിക്കാൻ പോകണം എനിക്ക് ആലോചിച്ചിട്ടു. നോൽമ്പല്ലേ, കുളിക്കാണ്ടാക്കാൻ പറ്റില്ലല്ലോ. പിന്നെ അതിൻ്റെ ലിപ്പ് കണ്ടില്ല, ഭയങ്കര ഡ്രൈ ആയിട്ട് കിടക്കുകയാണ്. അതൊക്കെ ഒന്ന് ശരിയാക്കണം വിചാരിക്കുന്നു. അപ്പോൾ ഒന്ന് ഡോക്ടറെ കാണിക്കണം. കാരണം ഇത്ര ഒരു ഡാർക്ക് ഉണ്ടോ, ഇത്ര ഡാർക്കൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇങ്ങനെ ഓരോ ദിവസം കൂടുന്തോറും കൂടി ഇങ്ങനെ വരുന്നു. അപ്പോൾ ഇതൊന്ന് ഡോക്ടറെ കാണിക്കണം. അപ്പോൾ അത് ഒരു ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്. അപ്പം എന്താവും എന്തെന്നറിയില്ല. എൻ്റെ പിരിക്കൊന്നും കണ്ടു. ഞാനിപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തിക്കാണ്. കുറച്ചൊരു കട്ടിയിൽ വേണം കിട്ടാൻ. അപ്പോൾ ത്രെഡ് ചെയ്യാണ്ട് വെച്ചേക്കാണ്. അന്നത്തേക്ക് ചെയ്യാന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ആ കുറച്ച് എന്തൊക്കെയോ ഒരു വൃത്തികേടുള്ള പോലെ തോന്നുന്നുണ്ടല്ലേ, എനിക്കും തോന്നുന്നുണ്ട്. ശരിയാക്കിയെടുക്കാം. ഇത് അനിയനൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നോയമ്പാണ്. അപ്പോൾ അങ്ങനെ രാവിലെ എണീറ്റ് കുളിക്കണം. പിന്നെ എന്നിട്ട് വേണം അടുക്കളയിലേക്ക് കയറാൻ, ചായ കുടിക്കാൻ. എനിക്ക് വിശന്നിട്ട് ഒട്ടും വയ്യ. അങ്ങനെ രാത്രി ജസ്റ്റ് ഒരു ചായ കുടിച്ചിട്ടാണ് കിടന്നത്. ഒന്നുമില്ല, ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചപ്പോൾ ഇത്തിരി ലേറ്റായി പോയി. പിന്നെ എനിക്ക് വൈകിട്ടൊന്നും വിശന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഫുഡ് കഴിക്കേണ്ടതാണ്. അപ്പോൾ എന്താ പറയുക, നല്ല വിശപ്പ്, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഞാൻ പോയി ഫ്രഷായിട്ട് വരാൻ, കുളിച്ചിട്ട്. എന്നാലും പിന്നെ ഒരു ഉഷാറ് കിട്ടുള്ളൂ. അപ്പോഴേക്ക് കുഞ്ഞാപ്പി എണീക്കുന്നതിന് മുന്നേ ആയിട്ട് വേണം കുളിക്കാൻ. അപ്പോൾ കുളിച്ചിട്ട് വരാം. അതുവരെയ്ക്കും ടാറ്റ. അപ്പോൾ എനിക്ക് വേണം ഗൈസ്. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്ക് ഇതാണ്ട് കുഞ്ഞാപ്പി ഉണർന്നു. ഞാൻ കുളിക്കാൻ പോകുന്നതിൻ്റെ മുന്നേ ഉറക്കി കിടത്തി പോയ കുട്ടിയത്. അപ്പോൾ അതേ ഉണർന്ന് എൻ്റെ ഒക്കത്തിരിക്കുന്നുണ്ടോ, ഓട്ടുന്നു. അപ്പോൾ അതേ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. നമുക്ക് അടുക്കളയിലേക്ക് പോവാം. ശരി, പിന്നല്ലത് ഹായ് പറയടി പറയൂല. അപ്പോൾ ഇതേ കുളിയൊക്കെ കഴിഞ്ഞ് വന്നാൽ ചന്ദനം തൊടണം. നമുക്ക് ചന്ദനം തൊടാം. കുഞ്ഞാപ്പിക്ക് തൊട്ടെടുക്കാം. കുഞ്ഞാപ്പി കുളിച്ചില്ല, എന്നാലും കിടക്കട്ടെ ഇല്ലേ. നേരത്തെ കുഞ്ഞാപ്പിക്ക് ചായ കൊടുക്കണം അല്ലേ. രാവിലെ നേരത്തെ നീച്ചതാണ് കുഞ്ഞാപ്പി. ചായ കൊടുക്കണം. അമ്മക്കിട്ടെന്നാ അമ്മക്കിട്ട. സൂപ്പറായില്ലല്ലോ ഈ കുട്ടാണി. തലൊതുക്കി കണ്ടോ. ഇന്ന് ഓട്ടടി ഗ്രീൻ പീസിൻ്റെ കറി കേട്ടോ. ഓട്ടടിക്ക് ഇങ്ങനത്തെ ഗ്രീൻ പീസിൻ്റെ കറി നല്ല രസം. ഇതാണ് കേട്ടോ രാവിലെ ചായക്കടി. നല്ല രസമായിട്ടത്. ഓട്ടടയും
ഗ്രീൻ പീസും അടിപൊളിയാണ്. അമ്മ അങ്ങനെ അധികം മസാല കറികളാണ് ഉണ്ടാക്കാറ്. നല്ല അടിപൊളിയാണ്, രസം. ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ കുറുക്കി ആ ഒരു ടൈപ്പാണ് എല്ലാവർക്കും ഇഷ്ടം. പക്ഷെ എനിക്ക് കുറച്ച് വെള്ളം വേണം. എനിക്ക് കടി തിന്നണമെങ്കിൽ കുറച്ച് വെള്ളം വേണം, അല്ലെങ്കിൽ എനിക്ക് തിന്നാൻ കഴിയുക. എന്നിട്ട് എല്ലാവരും കഴിച്ചതിന് ശേഷം ഞാൻ എനിക്ക് കറി എടുത്തപ്പോൾ ഞാൻ അതിലേക്ക് ഇത്തിരിയും കൂടെ ചൂടുവെള്ളം വെച്ചിട്ട് ഒന്ന് ലൂസാക്കിയതാണ്. പക്ഷെ സംഭവം അടിപൊളിയാണ്. ട്രൈ ചെയ്ത് നോക്കും ഇങ്ങനെ മസാല കറി. നമ്മൾ സദ്യക്കൊക്കെ ഉണ്ടാവില്ല, ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് ഒരു മസാല കറി, ക്യാരറ്റ് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒരു കുറുക്കിയെടുക്കുന്നത്. അങ്ങനെ ഒരു മസാല കറിയാണിത്. അടിപൊളിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. ആണെങ്കിൽ ഞാനതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ ഞാനൊരു മസാല കറി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ആൾക്കാർ പറയുകയാണെങ്കിൽ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. ആർക്കൊക്കെ കറി ഉണ്ടാക്കുന്നത് ഞാൻ ഇടണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക വേണം കേട്ടോ. ഇപ്പോൾ ഞാൻ അങ്ങാടിയിലേക്ക് പോകാൻ നിൽക്കുന്നു. അപ്പോൾ നമുക്ക് ആദ്യം ഫൗണ്ടേഷൻ കുറച്ചിട്ടോ, അധികമൊന്നും ഇങ്ങനെയല്ല, കുറച്ചിട്ടോ പരിപാടികളിലൊക്കെ ഇടുന്നില്ല, എനിക്കറിയില്ല കേട്ടോ. കുറച്ചിടുന്നുള്ളൂ, ഓറ വിടുന്നല്ല, ജസ്റ്റ് ഒരു അതിൻ്റെ ഗൈസ്. ഞാൻ ഫൗണ്ടേഷൻ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തപ്പോഴത്തെ ഗൈസിൻ്റെ ഇവിടെ ഒരു കുരുണ്ട്, ഉണ്ടോ? പിമ്പിൾ, ഇങ്ങനെ ഒരു പിമ്പിൾ വന്നു. സ്റ്റിച്ചിട്ട സ്ഥലമാണ്, അതുകൊണ്ട് തന്നെ അതായിരിക്കും ചിലപ്പോൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് പിമ്പിൾ വരാറുണ്ട്. ഇതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ആരെങ്കിലും കമൻറ്റിൽ പറയണം കേട്ടോ. ഇങ്ങനെ സ്റ്റിച്ചിട്ട ഭാഗത്ത് ഇങ്ങനെ പിമ്പിൾസ് വരുന്നുണ്ടെങ്കിൽ പുറത്ത് എനിക്കില്ല, ഉള്ളിലേക്കൊരു തരിയിട്ടുണ്ട്. പക്ഷെ ഇത് ഭയങ്കര പെയിനാണ്, നല്ല പെയിൻ ഉണ്ട്. ഇതെന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടെങ്കിൽ പറയണം. ഇനി നമുക്ക് ഫൗണ്ടേഷൻ്റെ മുകളിൽ കൂടെ കുറച്ച് കോമ്പാക്ട് പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ കഴുത്ത് ഒഴിവാക്കരുത് കേട്ടോ. കഴുത്ത് വേറെ കളർ, നമ്മുടെ ഫേസ് വേറെ കളറായിട്ട് തോന്നുന്നത് നമ്മൾ കൈ കൊണ്ട് നല്ല ഇങ്ങനെ ഇതായിട്ട് മേക്കപ്പ് ഇടാനൊന്നും അറിയില്ല കഴിച്ച്. ഞാൻ എൻ്റെ ഒരു ഇതാണ്. ഇനി നമുക്ക് കണ്ണെഴുതാം. കണ്ണെഴുതാനാണ് പണി കേട്ടോ. ഇല്ലാണ്ട് ഞാൻ എടുക്കുന്നു. ഈ കണ്ണെഴുതുന്നത് ഫോണിൽ നോക്കി എഴുതാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ മിററിൽ നോക്കി എഴുതിയിട്ട് എനിക്ക് കണ്ണാടിയിൽ നോക്കാണ്ട് എഴുതാൻ പറ്റുന്നില്ല. ഓക്കെ, നമുക്ക് നമ്മുടെ മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻറ്റ് ലിപ് ബാം, ലിപ്സ്റ്റിക്ക് മാറിപ്പോയി, എന്തൊക്കെയോ പറയുന്നു കഴിച്ച്. എനിക്കെന്നെ അറിയില്ല ഞാൻ എന്തൊക്കെയാണ് പറയുന്നത്. ഞാൻ കുഞ്ഞാപ്പിനെ ഉറക്കി കിടത്തിയതാണ്. എന്നിട്ട് അമ്മേൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് അങ്ങാടിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ബട്ട് ഞാൻ ഉറക്കി കിടത്തിയിട്ട് പോകുന്നപ്പോഴോ ഉണങ്ങി. അതുകൊണ്ട് എപ്പോഴാണ് കരയുകയെന്ന് അറിയില്ല, അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ട്.
ഞാൻ രാവിലെ പറഞ്ഞിരുന്നല്ലോ എൻ്റെ ലിപ്പിൻ്റെ ബ്ലാക്ക് നല്ല ബ്ലാക്ക് ഉണ്ട്. എനിക്ക് ഇതാണ് കവർ ചെയ്ത് കിട്ടേണ്ടത്. ഞാൻ ലിപ്സ്റ്റിക്കൊന്നും യൂസ് ചെയ്യാത്ത ആളാണ്, ഞാൻ യൂസ് ചെയ്യാറില്ല പൊതുവെ. ആദ്യം ഞാൻ യൂസ് ചെയ്യാറില്ല. ഇപ്പോൾ എനിക്ക് ഈ ലിപ്പിൽ ചുറ്റും ബ്ലാക്ക് വന്നിട്ട് ആകെ എനിക്ക് എന്തൊരു ഇറിറ്റേഷൻ പോലെ ഫീൽ ചെയ്യാം, ഒരു കംഫർട്ടബിൾ ആയിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കുന്നത്. പക്ഷേ ഞാൻ ഉപയോഗിക്കുന്ന ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ ബ്ലാക്ക് വരും. അത് വേറെ കാര്യം. നമുക്ക് പൊട്ടിടാം, അതാണ് മറന്നുപോയി. ചെറുതായിട്ടിടുക, കാണുന്നുണ്ടോ ഗൈസ്? പൊട്ട്, ചെറിയ പൊട്ടിടുക. നമ്മൾ ഈ മേക്കപ്പിൻ്റെ ഇടയിൽ വിട്ടുപോയ കാര്യം കേട്ടോ, നമ്മുടെ ഐബ്രോ ഒന്ന് ഷെയ്ഡ് ചെയ്യണം. എൻ്റെ ഐബ്രോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഇത് ത്രെഡ് ചെയ്യാണ്ട് വെച്ചിട്ട് കൊളായതാണെന്ന്. അപ്പോൾ ഇതൊന്ന് ഷെയ്ഡാക്കി കൊടുക്കണം. ഷെയ്ഡാക്കി കൊടുക്കാം. ഇപ്പോൾ ഒന്ന് ഷെയ്ഡാക്കി കൊടുത്തിട്ടുണ്ട്. സെറ്റല്ലേ? അപ്പോൾ അത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തത് അവിടെ റെഡിയായി വന്നു കേട്ടോ. പൊതുവേ എനിക്ക് ഹെയർ സെറ്റ് ചെയ്യാനാണ് അധികം ടൈം വേണ്ടത്. ഒന്നാമത് രാവിലെ ഞാൻ പറഞ്ഞില്ലേ, നോൽമ്പായതുകൊണ്ട് രാവിലെ എണീറ്റ് കുളിച്ചു. അപ്പോൾ എനിക്ക് മുടി സെറ്റ് ചെയ്യാനാണ് ഇപ്പോൾ ഈ നനവോടുകൂടി എയറൊക്കെ കെട്ടുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അത് വന്നു. പിന്നെ എനിക്ക് എൻ്റെ ഫേവറേറ്റ് ഐറ്റമാണ് കേട്ടോ ഈ ജിമിക്ക് കമ്മൽ. അതാണ് എൻ്റെ ഫേവറേറ്റ്. ഇങ്ങനെ ഈ ഷാളൊക്കെ ഇല്ലാത്ത ടോപ്പിനൊക്കെ ഇടാൻ ഞാൻ അധികം യൂസ് ചെയ്യുക ഈ ഒരു കമ്മലാണ് കേട്ടോ. ഞാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചാണ് കേട്ടോ. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് കമ്മലാണ്. ഞാൻ അധികം ഈ കമ്മലാണ് യൂസ് ചെയ്യാറ്. എങ്ങനെയുണ്ട്, കൊള്ളാവോ? ടാറ്റ. അങ്ങാടി കൂടെ തേരാപ്പാറ നടന്നപ്പോഴാട്ടോ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കണ്ടത്. അപ്പോൾ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഇന്നായിട്ടോ ഞങ്ങൾ ഒരുമിച്ച് കാണുന്നത്. അപ്രത്യക്ഷമായ രീതിയിൽ കണ്ടതാണ്. എനിക്ക് വളരെയധികം സന്തോഷമായിട്ട് അവൾക്കും. ഞങ്ങൾ 5ാം ക്ലാസ് തൊട്ട് +2 വരെ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാട്ടോ. +2 ഇവള് ഇരട്ടകളാണ്. അപ്പോൾ ഇവരുടെ കൂടെ ഒരാളും കൂടെ ഉണ്ട്. അപ്പോൾ അവളാണ് കേട്ടോ എൻ്റെ കൂടെ പഠിച്ചത്. കേട്ടോ സാധനങ്ങളൊക്കെ വാങ്ങിതാണ്ട് വീട്ടിൽ പോവാണ്. കുറച്ച് നടക്കാണ്ട്, ഒരുപാട് ദിവസമായി ഇങ്ങനെ നടന്നിട്ട്. അതാ തോന്നുന്നു ഭയങ്കര പെട്ടെന്ന് ടയേർഡായ പോലെ. കാണുന്നുണ്ടോ ഗൈസ്? നല്ല വെയിലുണ്ട്, അതിന് ക്ഷീണമുണ്ട് കേട്ടോ. നോൽമ്പൊക്കെ ആയതുകൊണ്ട് പുറത്തുനിന്ന് വെള്ളം കുടിക്കാൻ ആയിട്ട് കുഴങ്ങിപ്പോയി, ക്ഷീണിച്ചു ഗൈസ്. കുഞ്ഞാപ്പി, ഞാൻ കൊലായിക്ക് നോക്കിയപ്പോൾ അവിടെ ആരുമില്ല.
അതാ പരിപാടി മാമ തിന്നോ? മാമ തിന്നോ? കൊറേ നേരം അകത്ത് കളിച്ചപ്പോഴേ പഞ്ചാര ഇട്ടോ? ചക്കടെ ചക്ക ചക്കടെ ചക്ക ഉണ്ടോ? നമ്മൾ ചക്ക ഉണ്ടില്ലേ? ചക്ക ചക്ക ഉണ്ടോ? ഈ ഫ്രൂട്ട് ആദ്യമായിട്ടായിട്ടോ കുഞ്ഞാപ്പി കഴിക്കുന്നത്. ഇത് ഫ്രഷൻ ഫ്രൂട്ടാണ്. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പറയാന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് ഫ്രഷൻ ഫ്രൂട്ട് നാട്ടിൽ പറയാം. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എനിക്ക് സ്കിന്നിനെ ഡോക്ടറെ കാണിക്കണമെന്ന്. അപ്പോൾ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ പറഞ്ഞു ഇന്ന് ഡോക്ടർ ലീവാണ്, 2 ദിവസം ലീവാണ് കേട്ടോ. എനിക്കിനി മൺഡേയാണ് ഡോക്ടറെ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി മൺഡേ വേണം എനിക്ക് കാണിക്കാൻ. എനിക്ക് ഈ ഡാർക്ക് വന്നിട്ട് ഭയങ്കര സീനാണ്. ഇതിനെന്തെങ്കിലും ബെസ്റ്റ് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നല്ല മാറ്റമുള്ള എന്തെങ്കിലും പ്രൊഡക്റ്റോ അങ്ങനെ എന്തെങ്കിലും ഈ സ്കിൻ നമ്മൾ വീട്ടിലുണ്ടാക്കാൻ പറ്റിയ എന്തെങ്കിലും കെയർ ആയാലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ നല്ല റിസൾട്ട് കിട്ടിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. എല്ലാവർക്കും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ട് ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ എനിക്ക് കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ട്. ഇപ്പോൾ ഒരുപാട് എടുത്ത് വെച്ചതുകൊണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യണം. അപ്പോൾ അതിന് ടൈമും കുറേ കിട്ടില്ല. ഇപ്പോൾ കുഞ്ഞാപ്പി ഉറങ്ങും. അപ്പോൾ ആ ഒരു ടൈമിന് വെച്ചിട്ടാണ് ഞാൻ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ ഇരിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അതിന് ഞാൻ കൊണ്ടിരിപ്പിച്ചതാണ്, ഏട്ടനോട് കൊണ്ടിരിപ്പിച്ചതാക്കത്. അപ്പോൾ നോക്കിയപ്പോൾ ഒന്നുമില്ല കഴിക്കാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഐസ്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇത് പൊളിച്ച് ഈ പരിപാടി എല്ലാവർക്കും ഇല്ലേ? നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയതും ഒന്നും കളയരുത്, പാഴാക്കരുത്. പക്ഷെ എഡിറ്റ് ചെയ്യാനുള്ള പേരും പറഞ്ഞിരിക്കട്ടെ, പക്ഷെ തിന്നൽ മാത്രമേ നടക്കൂ, എഡിറ്റിങ് നടക്കൂല. കുറച്ച് അലിഞ്ഞുണ്ട്. ഈവനിങ് ആയപ്പോൾ ഞങ്ങൾക്ക് വിരുന്നുകാർ വന്നിട്ടു. മാമനും മാമൻ്റെ മക്കളും കൂടെ ആയിട്ടോ വന്നിരുന്നേ. അപ്പോൾ മാമനും മാമൻ്റെ മോനും കൂടെ ഇന്ന് രാവിലെയാണ് കേട്ടോ മലയ്ക്ക് പോയി വന്നത്. അപ്പോൾ അവർ പ്രസാദം പൊരിയും പ്രസാദമൊക്കെ കൊണ്ടുവന്നായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞാപ്പിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇതൊരു വലിയ സർപ്രൈസ് ആയിട്ടോ. ഇങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ വന്നത്. പക്ഷെ ഇതൊക്കെ അറിയാണ്ട് വീഡിയോയിൽ പെട്ടുപോയതാണ് കേട്ടോ. സുബ്രസ്വാമി പുറത്തിറങ്ങിയിട്ട് അത് ഞങ്ങള് ഫസ്റ്റ് കാണുന്ന വരിയിൽ നിന്ന് അത് അക്കമ്പോലെ പോകും അടുത്തത് കാണണേ അതിൽ അപ്പോഴും മൂത്രപ്പിക്കാൻ കാണാനൊരു യോഗ ചെന്നിട്ട് അങ്ങനെ പോലീസുകാരെ ശ്രദ്ധിക്കില്ല. അതിലും ഗേറ്റ് മുന്നിൽ കൂടെ മുന്നിൽ പോയി അതിന് വേറെ രണ്ടു സമയം ഞങ്ങളെ നേരിട്ടു. പിന്നെ പോലും ഒന്നാണ് ഞങ്ങള് പോവാന്നപ്പോ വിചാരിച്ചു. മതിയോ ഉടുപ്പത് മതിയോ? ഇന്നിവിടെ തൊട്ടടുത്ത് അയ്യപ്പ വിളക്കുണ്ടെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ അമ്മായി. അപ്പോൾ ഞാനും അമ്മയും കുഞ്ഞാപ്പയും പിന്നെ വല്യമ്മയും കൂടെ ഞങ്ങൾ 4 ആളും കൂടെ അയ്യപ്പ വിളക്കിന് പോയിട്ട്
ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് കേട്ടോ അയ്യപ്പവിളക്ക് വന്നത്. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞങ്ങൾക്ക് പോകാനും ഇൻട്രസ്റ്റ്. പിന്നെ അവിടെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് കേട്ടോ. പാലക്കൊമ്പ് എഴുന്നള്ളത്ത്, പിന്നെ അയ്യപ്പൻ്റെ ഒരു വരവുണ്ട്. അതൊക്കെ ഒരു മനോഹരമായൊരു കാഴ്ചയായിട്ടോ. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അതൊക്കെ കാണാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് കാരണം കേട്ടോ ഞങ്ങൾ പോയതും. അപ്പോൾ തിരുവാതിര ഉണ്ടായിരുന്നു, വാൾപ്പായിട്ട്, അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് ഞാനൊരു കാര്യം എടുത്തു പറയേണ്ടതായിട്ട് വന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വരുന്ന കാണികൾക്ക് ബോറടിക്കാതിരിക്കാനുള്ളൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഈ ടി വി ഒക്കെ വെച്ചിട്ട് വീഡിയോ എടുക്കാനുള്ളൊരു ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. വലിയൊരു ടി വിയിലെ ഒരു ഇതിൽ നമുക്ക് കാണികൾക്ക് ബോറടിക്കാതെ നിൽക്കാനുള്ളൊരു ഇത് തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതൊരു ഭയങ്കര ഒരു ഐഡിയ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നു കേട്ടോ, ഒരു നല്ലൊരു ഐഡിയ ആണതെന്ന്. പിന്നെ അതാണ്ട് ഈ അയ്യപ്പൻ്റെ ഈ എഴുന്നള്ളത്ത് ഒരു അടിപൊളി കാഴ്ച ഇരുന്നിട്ടത്. ഒരുപാട് നാളുകൾക്ക് ശേഷം ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഇത്ര അടുത്ത് നിന്നിട്ട് ഞാൻ ഒരു അയ്യപ്പൻ്റെ എഴുന്നള്ളത്തും അവരും എല്ലാവരും അടിപൊളിയായിരുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷം ഇങ്ങനത്തെ അയ്യപ്പന് വന്നതാണ്ടാണ് തോന്നുന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. വയ്ക്കാനുള്ള ഗ്യാപ്പില്ലായിരുന്നു. അത്രയും തിരക്കായിട്ട് പോയിട്ട് ഇരിക്കാൻ വരെ നിൽക്കാൻ വരെ സ്ഥലമില്ലാത്ത അവസ്ഥയായിരുന്നു. ഫുഡിൻ്റെ കാര്യം പറഞ്ഞാൽ അടിപൊളി സദ്യ കേട്ടോ. അവിയൽ, അച്ചാറ്, അടിപൊളി സാമ്പാർ, പിന്നെ ഉപ്പേരിക്കൊക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി സദ്യ പറഞ്ഞാൽ വിളിച്ചാലായിരുന്നു. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം എനിക്ക് നല്ല തിരക്കായിരുന്നു. അടിപൊളി സദ്യയൊക്കെ കഴിച്ചത് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു കിട്ടോ. അപ്പോൾ ഈ വീട്ടിലേക്ക് വിരുന്നുകാർ വന്നതും പിന്നെ അമ്പലത്തിലേക്ക് പോകുന്നതൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്ക് കിട്ടിയ കണ്ടൻറ്റാണ് കേട്ടോ. ഞാൻ ഇന്നലെ നൈറ്റ് കിടന്നപ്പോഴാണ് നാളെ സാറ്റർഡേ ഒരു ഡേ വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എത്രത്തോളം നന്നായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അവർ ഡെയിലി വ്ളോഗ് ഇടണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. ഒരു ഡേ ഫുൾ വ്ളോഗ് എടുക്കാമെന്ന് പറഞ്ഞതൊരു റിസ്ക് ഉള്ള കാര്യമാണ്. പിന്നെ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുക, വോയിസ് ആഡ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് റിസ്ക് ഉള്ള കാര്യം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ടാറ്റാ. ഇങ്ങനെ തിരിച്ചു പിടിക്കി. അതിൽ കുറേ സ്റ്റോറേജ് ഉണ്ടാവും.